സ്നേഹം അടുപ്പിലിട്ട് പുഴുങ്ങിയാൽ അരി ആവില്ല. ചക്രം സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടാണ് വെള്ളി വെളിച്ചത്തിലേക്ക് എത്തിയതെങ്കിലും മഞ്ജു പത്രൂസിൻ്റെ തലവര മാറിയത് വെറുതെയല്ല, ഭാര്യയിൽ ഭാഗമായ ശേഷമാണ്. സഹനടി റോളുകളിൽ സിനിമയിലും സീരിയലുകളിലും തിളങ്ങുന്ന താരം സ്വപ്നങ്ങൾ ഓരോന്നായി നേടിയെടുക്കുകയാണ്. ഇപ്പോഴിതാ റിട്ടയർമെൻറ്റ് പ്ലാൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് മഞ്ജു. റിട്ടയർമെൻറ്റ് ലൈഫ് സുഹൃത്തുക്കൾക്കൊപ്പം ചിൽ ചെയ്ത് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും അതിനുള്ള പണം കണ്ടെത്തുക താൻ പണിതുയർത്തിയ വീട് വിറ്റിട്ടാകുമെന്നും മഞ്ജു പറയുന്നു. മകന് ജീവിതമാർഗം കണ്ടെത്താൻ അവനെ ഞാൻ പഠിപ്പിക്കുന്നുണ്ടെന്നും താരം പറഞ്ഞു. ഇപ്പോഴും ഞാൻ എൻ്റെ വീടെന്ന് പറയുന്നതും എനിക്ക് ഹാപ്പിയായി ഇരിക്കാൻ പറ്റുന്ന ഇടവും ഞാൻ ജനിച്ചു വളർന്ന വീടാണ്. അതേസമയം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എൻ്റേത് എന്നൊരു വീട് എനിക്കുണ്ടെന്ന്. വീട് എൻ്റെ സ്വപ്നമായിരുന്നു. ഒരുപാട് വാടക വീട്ടിൽ താമസിച്ചിട്ടുള്ളയാളാണ് ഞാൻ. മൊത്തത്തിൽ ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ്. കോടാനുകോടി മനുഷ്യർക്കിടയിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ. മഞ്ജു പത്രോസ് എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും അറിയാമല്ലോ. എൻ്റെ മകന് മക്കളൊക്കെയായി കഴിയുമ്പോൾ അവർ പറയും ഞങ്ങളുടെ അമ്മ പണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന്. എനിക്ക് റിട്ടയർമെൻറ്റ് ലൈഫിനെ കുറിച്ച് വ്യക്തമായ പ്ലാനുണ്ട്. 65 വയസ്സിനുള്ളിൽ ഞാൻ സംവിധാനം അടക്കമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അതിനുശേഷം എൻ്റെ കയ്യിലുള്ള പണം കൊണ്ട് ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരുമുണ്ട്. എല്ലാവരും ചേർന്ന് ഒരു വീട്ടിലേക്ക് താമസം മാറി ഹാപ്പി ലൈഫ് നയിക്കും. ചിൽ വൈബ് മാത്രമായി ജീവിക്കും. മക്കൾക്ക് ഞങ്ങളെ വന്ന് കാണാം. എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ തരാം. പക്ഷേ ആരെയും അവിടെ തങ്ങാൻ അനുവദിക്കില്ല. വരിക, കാണുക, എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ തന്നിട്ട് പോവുക. വയസ്സാകുമ്പോൾ പൈസ തരണമെന്ന് മോനോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട് എൻ്റെ റിട്ടയർമെൻറ്റ് പ്ലാനിലുള്ളതാണ്. ആ വീട് എനിക്കുള്ളതാണ്. മോനെ ഞാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. എൻ്റെ വീട് വിറ്റ് മറ്റൊരു വീട് വാങ്ങി അവിടെയാകും ഞാനും സുഹൃത്തുക്കളും താമസിക്കുക. പക്ഷേ കിഴക്കമ്പലത്ത് തന്നെയാകും വീട് വാങ്ങുക. ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായ സ്ഥലം കിഴക്കമ്പലമാണ്. അമേരിക്കയിൽ പോയിട്ട് പോലും ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് ഇങ്ങ് വന്നാൽ മതിയെന്ന് ആയിപ്പോയി. നമ്മുടെ മനുഷ്യർ കുശുമ്പും കുന്നായ്മയും കാണിച്ചാലും മനസ്സിൽ ഒന്ന് വെച്ച് മുഖത്ത് മറ്റൊന്ന് കാണിക്കില്ല. മറ്റുള്ള രാജ്യങ്ങളിൽ അങ്ങനെയല്ല. അവിടെയെല്ലാം പ്ലാസ്റ്റിക്കാണ്. അതുപോലെ ജീവിതത്തിൽ എനിക്കുണ്ടായ മറ്റൊരു നേട്ടം കൂടിയുണ്ട്.